എല്ലാവരുടെ കാര്യം പറഞ്ഞേക്കാം. ഒരു ഡ്രം സെറ്റ് പോലും വാടക എടുക്കാൻ ഗതിയില്ലാത്ത ലോ ബഡ്ജറ്റ് കരോത്സവമാണ് നമ്മുടെ. പക്ഷെ അതിന്റെ ഒരു കുറവ് നമ്മുടെ പാട്ട് കാണിക്കാൻ പാടില്ല. നല്ലോണം പാടിയ നാളെ മതി, അല്ലെങ്കിൽ പോപ്പ് സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പണ്ടുള്ള കാരണവരെ പറഞ്ഞിട്ടില്ലേ, തൊള്ള മുറിയെ പാടിയ പള്ള നിറയെ തിന്ന. ആ ജെബിനും ടീമൊന്നും നമ്മുടെ ഏരിയയിലെ കരോൾ നടന്നു. അവന്മാരെ 4 സെറ്റ് ഡ്രംസ് ഒക്കെ ആയിട്ട് വൺ സെറ്റപ്പിൽ ഇറങ്ങുന്നത്. അത് പണിയാവല്ലോ. ബിഗ് ബഡ്ജറ്റ് കരോളിനോട് നമ്മൾ ക്ലാസ് വെച്ച് നമ്മൾ 8 നില പൊട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഒരുമാതിരി KGF കൂടെ കാമ്പോജിറ്റ് ഇറക്കിയതുണ്ടാവും. വെറുതെ തണുപ്പുകൊണ്ട് പനി പിടിപ്പിക്കണം. അവരെ ഒരുങ്ങി കെട്ടി വരുമ്പോഴത്തേക്ക് നല്ല സമയം എടുക്കും. അതിനു മുമ്പ് നമ്മൾ ഇവിടെയുള്ള സകല വീട്ടിൽ കയറി നിരങ്ങും. പിന്നെ ഒരു കാര്യം, നമ്മൾ കയറുമ്പോൾ 1500 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീട്ടിൽ മാത്രമേ കയറാൻ പാടുള്ളൂ. എന്നാലും ഫസ്റ്റ് ഡേ തന്നെ 2000 രൂപ ക്ലബിൽ കയറത്തുള്ളൂ. ആദ്യം കയറാൻ പറ്റിയ വീട്. ഈ സെറ്റപ്പ് കണ്ടിട്ട് മിക്കവാറും ഒരു 500 രൂപ പുഷ്പം പോലെ ഇങ്ങനെ ഒരുക്കും. എല്ലാമുണ്ട് സന്റയ്ക്ക് മാത്രമില്ലല്ല. എന്താ ബ്രോ പാട്ട് സ്റ്റൈല്? നമുക്ക് വേറെ ആറാന്നേ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അത് ഇവിടുത്തെ പെങ്കൊച്ച് കുറച്ചു മുമ്പ് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അയ്യോ, അരമണിക്കൂർ മുമ്പ് ഇതുപോലെ ഒരു കരോൾ ടീം ഇവിടെ വന്നിരുന്നു. ആ കൂട്ടത്തിലെ സാന്റയുടെ കൂടെയാണ് പെണ്ണൊളിച്ചോടി പോയത്. എന്റെ പൊന്നു ബ്രോ, ഞാൻ ആ സാന്റെ ഒന്നും അല്ല. അത് മാത്രമല്ല, ഞാൻ ആൺ സാന്റെ അല്ല, ഞാൻ പെൺസാന്റെ. ഇതുകൊണ്ടാ ഞാൻ അപ്പത്തെ ശാന്തയുടെ കൊച്ചുമോളെ. ആ നിൽക്കുന്നതേ ഒളിച്ചോടിപ്പോയ പെണ്ണിന്റെ അപ്പനാ. ചുമന്ന ഡ്രസ് കണ്ട പോത്ത് വരണ്ട് ഓടി വരുന്നവർ അലിഞ്ഞോട്ട് ഓടി വരും. എന്തായാലും ഇത്ര തൊണ്ടയിലൊക്കെ ഞങ്ങൾ പാടിയതല്ലേ. ഒരു 500 രൂപ എടുക്കാണ്ടാവും. ഇത് ആദ്യത്തെ വീടാ, കൈ നീട്ടവാ.